നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തായിരുന്ന ഞാൻ ഒന്നുമല്ലാതായി പോകാൻ കാരണമെന്തെന്ന് ചരിത്ര വിദ്യാർത്ഥികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവരെ സഹായിക്കാൻ ഞാനില്ലെന്നേ ഉള്ളൂ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. തൊഴിലാളി വർഗത്തിൽ നിന്നും ഉയർന്നു വന്നവനാണ് ഞാൻ. അത്തരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണവും അന്വേഷിച്ചു കൊള്ളട്ടെ. KV പത്രോസ്. റാഞ്ചർ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ മുഖങ്ങളിൽ ഒന്നായിരുന്ന ജി സുധാകരൻ പാർട്ടിയുമായുള്ള നീണ്ട 63 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു വഴിത്തിരിവുകളിൽ ഒന്ന് തന്നെ. അച്ചടക്കത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ പോലൊരു ജനകീയ നേതാവ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടഞ്ഞു നിൽക്കുന്നത് വലിയ തിരിച്ചടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആവേശമായി മാറിയ പല ബിംബങ്ങളും പിന്നീട് പാർട്ടിയുടെ പടിക്ക് പുറത്തായ കാഴ്ചകൾ ഒട്ടേറെയാണ്. അച്ചടക്കത്തിൻ്റെ വാളുപയോഗിച്ച് വ്യക്തിപ്രഭാവങ്ങളെ ഇല്ലാതാക്കി പ്രസ്ഥാനത്തെ മാത്രം നിലനിർത്തുക എന്നത് ലെനിനിസ്റ്റ് തത്വമാണ്. പക്ഷേ ഇവിടെ പ്രകടമാകുന്നത് CPM പിന്തുടരുന്ന പച്ചയായ പക്ഷപാതമാണ്. ജി സുധാകരൻ എന്ന തലമുതിർന്ന നേതാവ് പടിയിറങ്ങുമ്പോൾ അത് ആലപ്പുഴയിലെ പാർട്ടി ചരിത്രത്തിലെ ഒരു യുഗത്തിൻ്റെ അന്ത്യമായാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, റാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. CPM-ന്റെ പടിയിറക്കങ്ങളുടെ ചരിത്രത്തിന് പുന്നപ്ര വയലാർ സമരത്തോളം തന്നെ പഴക്കമുണ്ട്. സമരനായകനായിരുന്ന KV പത്രോസ് പാർട്ടിക്ക് പുറത്തായതോടെയാണ് ഈ പരമ്പരകൾ തുടങ്ങുന്നത്. പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂകമ്പം 1994-ൽ KR ഗൗരിയമ്മയെ പുറത്താക്കിയതായിരുന്നു. കേരളം ഭരിക്കാൻ ഗൗരിയമ്മ എന്ന മുദ്രാവാക്യം വിളിച്ച അണികളെ സാക്ഷി നിർത്തി വിപ്ലവ നായികയെ CPM പുറത്താക്കി. ആലപ്പുഴയിലെ CPM-ന് ഗൗരിയമ്മയുടെ പുറത്തുപോക്കേൽപ്പിച്ച ആഘാതം ഇന്നും പൂർണ്ണമായി മാറിയിട്ടില്ല. ജി സുധാകരന്റെ വ്യക്തിപരമായ നിലപാട് എന്നുള്ള നിലയ്ക്കാണ് ഏറ്റവും പ്രധാനമായത് എങ്കിൽ പോലും CPM-നകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങളുടെ വിസ്ഫോടനമാണ് ജി സുധാകരന്റെ വായിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കേണ്ടത്. അത് ജി സുധാകരൻ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ആയിരക്കണക്കിന് ആളുകൾ ബദൽ കൺവെൻഷനിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ നേരത്തെ തന്നെ പയ്യന്നൂരിൽ പൊട്ടിത്തെറിയുണ്ടായി. തളിപ്പറമ്പ് പൊട്ടാൻ പോകുന്ന ബോംബാണ് എന്ന് വേണ്ട നിരവധി ജില്ലകളിൽ ഇതുപോലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നതിനിടയിലാണ് 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നെടുനായകത്വം വഹിച്ച ഒരു വ്യക്തി CPM-നെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ G ഭുവനേശ്വരൻ രക്തസാക്ഷിയാണ് എന്ന കാര്യം പുതിയ തലമുറയിൽ ചിലർക്കെങ്കിലും അറിയാത്തതുണ്ടാകാം. തന്റെ ജീവിതവും തന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ കഴിവുകളും പ്രസ്ഥാനത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു. മാത്രമല്ല മന്ത്രിയും MLA-യും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അഴിമതിയുടെ നിഴൽ പോലും ഈ സുധാകരന്റെ ശരീരത്തിൽ പതിഞ്ഞതായി ഇന്നല്ല അന്നും കോൺഗ്രസോ പ്രതിപക്ഷമോ ആരോപിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ അഴിമതിയുടെ കറപുരളാത്ത ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അദ്ദേഹം CPM വിടുന്നു എന്നത് CPM-ന് സമീപകാല രാഷ്ട്രീയത്തിലേറ്റ ഏറ്റവും വലിയ ആഘാതമാണ്.
അദ്ദേഹം എങ്ങനെ മത്സരിക്കും, ആരൊക്കെ അദ്ദേഹത്തെ പിന്താങ്ങുമെന്നൊക്കെ ഭാവിയിൽ കാണേണ്ട കാര്യമാണ്. എന്തായാലും ആലപ്പുഴ രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ജി സുധാകരന്റെ ഈ വിടപറച്ചിൽ. അദ്ദേഹത്തിന്റെ ഈ വിടചൊല്ലൽ CPM രാഷ്ട്രീയത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു നടപടിയാണ്. പണമുണ്ടാക്കുകയും ആ പണം കൊണ്ട് പരസ്യം കൊടുക്കുകയും അങ്ങനെ പരസ്യം കൊണ്ടും പ്രചരണം കൊണ്ടും എന്ത് സത്യത്തെയും സ്വർണപാത്രം കൊണ്ട് മൂടിവെക്കുകയും ചെയ്യാമെന്ന വില കുറഞ്ഞ തന്ത്രം പയറ്റുന്ന ഇന്നത്തെ അഭിനവ CPM നേതൃത്വം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കാൾ ആരോഗ്യമില്ലാത്തവരും വയസ്സുകൂടിയവരും പാർട്ടിയിൽ തുടരുന്നു. അദ്ദേഹത്തിനെ പോലെ ആരോഗ്യവും അതുപോലെ തന്നെ കഴിവും എല്ലാമുള്ള ആളുകൾ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഈ വയസ്സ് വെച്ച ആളുകളെ മാറ്റുന്നത് ഒരു കുതന്ത്രമാണ്. ഇഷ്ടമില്ലാത്തവരെ മാറ്റാനുള്ള ഒരു മാർഗം. ഇന്ന് 81 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും മത്സരിക്കുന്നു, മുഖ്യമന്ത്രി അടക്കം മത്സരിക്കുന്നു. അപ്പൊ ചിലർക്കത് ബാധകമല്ല, ചിലർക്ക് ബാധകമാണ്. സുധാകരന്റെ പുതിയ തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളുമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങൾ തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്നതാണെന്നും ആലപ്പുഴയിലെ പ്രാദേശിക നേതൃത്വം തന്നെ ബോധപൂർവം ഒറ്റപ്പെടുത്തിയെന്നും സുധാകരൻ ആരോപിക്കുന്നു. 60 വർഷത്തിലേറെ പാർട്ടി അംഗമായിരുന്നിട്ടും അംഗത്വം പുതുക്കാനോ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ നേതൃത്വം തയ്യാറായില്ലെന്ന വേദനയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഈ അവഗണനയ്ക്കും പരിഹാസത്തിനുമെതിരെയുള്ള സന്ധിയില്ലാത്ത നിലപാടാണ് അദ്ദേഹത്തിന്റെ സ്വതന്ത്രനായുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കി. CPMന്റെ സൈബർ കടന്നലുകൾ ചീത്ത വിളിച്ചതിന് മമ്മൂട്ടിയോട് മാപ്പ് പറയാം. ജി സുധാകരനോട് ക്ഷമിക്കില്ലെന്നാണ് ഇന്നത്തെ CPMന്റെ അവസ്ഥ. ഈ വൈരുദ്ധ്യം CPMന്റെ തനിനിറം വെളിപ്പെടുത്തുന്നു. വേണ്ടപ്പെട്ടവരോട് മാപ്പ് പറയാം, ചേർത്ത് നിർത്താം. എന്നാൽ അല്ലാത്തവരെ പരിഹസിക്കുന്ന സെക്രട്ടറിമാരാണ് കേരളത്തിലെ CPMലുള്ളത്. മമ്മൂട്ടിയെ അണികൾ കളിയാക്കിയാൽ നോവുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ സുധാകരന് മറിച്ചൊരു വിധി പ്രതീക്ഷിക്കാനാകില്ല. സുധാകരനെ കളിയാക്കിയവർ വ്യാജ പ്രൊഫൈലുകളാണെന്ന് ന്യായീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഒരു വശത്ത് സാംസ്കാരിക നായകന്മാരെയും സെലിബ്രിറ്റികളെയും പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പാർട്ടി നേതൃത്വം, മറുവശത്ത് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. മഹാനടൻ എന്ന് വിശേഷിപ്പിച്ച് മമ്മൂട്ടിയോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രത ഇതേ സൈബർ ആക്രമണം നേരിടുന്ന ജി സുധാകരനോട് കാണിക്കാത്തത് CPMന്റെ നേതൃത്വത്തിലെ അധികാര കേന്ദ്രീകൃതമായ ക്രൂരതയുടെ തനിനിറമാണ് വെളിപ്പെടുത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ MV രാഘവൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത് വ്യക്തിഗതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നേരെയുള്ള ഇൻസൾട്ടിനേക്കാൾ ഉപരി അദ്ദേഹം എടുത്തൊരു രാഷ്ട്രീയ നിലപാട്, ഒരു ബദൽ രേഖ ഒന്നുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി നിലപാടുമായിട്ട് വിയോജിച്ചുകൊണ്ടാണ്. അന്ന് പാർട്ടിയുടെ മുഖ്യധാര EMS അടക്കമുള്ള ആളുകളുടെ നിലപാടിനോട് പൂർണ്ണമായി വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. അത് BSനെ സംബന്ധിച്ചിടത്തോളം BS പാർട്ടിയുമായിട്ട് പലവിധ വ്യക്തിഗതമായ പിണക്കങ്ങൾ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടുകളിൽ അദ്ദേഹത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്ന് അവസാനം വരെ അദ്ദേഹം ഉറച്ചു നിന്നു. പക്ഷേ വ്യക്തിഗതമായ ഒരുപാട് അപമാനങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായി. ആ ഒരു രീതിയിലാണ് BSന്റെ അനുഭവങ്ങളുടെ ഒരു തുടർച്ച എന്ന മട്ടിലാണ് സുധാകരന്റെ അനുഭവത്തെ കാണേണ്ടത്. പാർട്ടിയിൽ BSനെ പോലെ തന്നെ വലിയ കാലത്ത് പാരമ്പര്യമുള്ള ഒരാൾ, അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിലനിൽക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. അത് പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യം അപ്രത്യക്ഷമായതിന്റെ ലക്ഷണമാണ്. പാർട്ടി നേതാക്കന്മാരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വൈതാളിക സംഘവും മാത്രമാണ് പാർട്ടി എന്ന് പറയുമ്പോൾ പിന്നെ പാർട്ടിയിലെ യഥാർത്ഥ പാരമ്പര്യമുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. ഈ വൈതാളിക സംഘം എന്ന് പറയുന്നത് ഈ പെട്ടിതോപ്പുകാരും പിന്നെ വീട്ടിലെ അടുക്കളയിൽ ഇരുന്നിട്ട് പുഷ്പിക്കുന്ന ആളുകളൊക്കെയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഒരു പാർട്ടി നേതാവിന്, ജനകീയ നേതാവിന് നിൽക്കാൻ കഴിയില്ല. അപ്പൊ സുധാകരനെ സംബന്ധിച്ചിട്ടുള്ള അതാണ് പ്രശ്നം. പാർട്ടിയുടെ ടോപ്പിലുള്ള നേതാക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് പിന്നെ ചെവി കടിക്കുന്ന പരിപാടി നടത്താൻ കഴിയാത്തതോടെ പാർട്ടിക്ക് പുറത്തായി. ഇന്ന് ആ പാർട്ടിയിലുള്ള ഒരു അവസ്ഥ അതാണ്. ആ അവസ്ഥ മിക്കവാറും എല്ലാവർക്കും അറിയാം, പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ സുധാകരൻ എടുത്ത നിലപാടിനോട് പലർക്കും യോജിപ്പുണ്ടാവും.
അവര് സുധാകരന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ശക്തി തന്നെയായിരിക്കും. മമ്മൂട്ടിയെ പോലൊരു നടനെതിരെ പാർട്ടി അണികളിൽ നിന്ന് പോലും ഒരു ചെറിയ വിമർശനം ഉയർന്നാൽ നേതൃത്വം ഉടൻ തിരുത്തുമായി വരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം മമ്മൂട്ടി എന്ന ബിംബത്തെ പിണക്കുന്നത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുമെന്നും പൊതുസമൂഹത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കുമെന്നും അവർ ഭയക്കുന്നു. എന്നാൽ ജി സുധാകരന്റെ കാര്യം വരുമ്പോൾ ഈ വിനയം എവിടെ പോകുന്നു? 6 പതിറ്റാണ്ടോളം പാർട്ടിയെ ആലപ്പുഴയിൽ ചുവപ്പിച്ചു നിർത്തിയ നേതാവാണ് അദ്ദേഹം. പ്രായപരിധിയുടെ പേരിൽ പുറന്തള്ളിയ ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും പരിഹസിക്കാനുമാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുതിരുന്നത്. വേണ്ടപ്പെട്ടവർക്ക് മാപ്പും പരിഗണനയും നൽകുകയും അധികാര കേന്ദ്രങ്ങൾക്ക് അനഭിമതരായവർക്ക് നേരെ പരിഹാസത്തിന്റെ അമ്പുകൾ തൊടുക്കുകയും ചെയ്യുന്നത് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. നിങ്ങൾ എത്ര ഇവിടെ ആയി എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ലേ? എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്? അയാളോട് എന്തായാലും ചോദിക്കാത്തത്? അയാളോട് എന്തായാലും ചോദിക്കാതെ പാർലമെന്റ് മത്സരിപ്പിച്ചത് 3-ാമതിപ്പോൾ എന്താ ചോദിക്കാത്തത്? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ച് ഒരിക്കലും തോറ്റു, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടൊന്നും ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിന്റെ പേരിലൊന്നുമല്ല എന്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമില്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടും എന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ ജയിക്കണം. പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ഭൂഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങിപ്പോയിട്ട് കഴിയുന്നില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-63 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് വിളിക്കും. അത്രയേ ഉള്ളൂ. എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനും കൊടുത്തത്. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കി. അമ്പലപ്പുഴ സുധാകരന്റെ തട്ടകമാണ്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവിടെയും ജില്ലയിലാകെയും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. ഒരു ടാസ്ക് മാസ്റ്റർ എന്ന പ്രതിച്ഛായയും അഴിമതി രഹിതമായ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ നേടിക്കൊടുക്കാൻ പ്രാപ്തമാണ്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് കേവലം ഒരു സീറ്റിലെ മാത്രം പ്രശ്നമായി ഒതുങ്ങില്ല, മറിച്ച് ആലപ്പുഴ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതത്തെ അത് ബാധിച്ചേക്കാം. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് വെറുമൊരു മത്സരമല്ല. CPM-ന്റെ സംഘടനാ സംവിധാനവും ഒരു വ്യക്തിയുടെ ജനപ്രീതിയും തമ്മിലുള്ള പോരാട്ടമാണത്. ഗൗരിയമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിൽ ഇത്രയും സ്വാധീനമുള്ള മറ്റൊരു നേതാവ് പാർട്ടി വിടുന്നത് ആദ്യമായാണ്. സുധാകരൻ സ്വീകരിക്കുന്ന നിലപാട് മറ്റു ജില്ലകളിലെ അസംതൃപ്തരായ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു മാതൃകയാകുമോ എന്ന ഭയം നേതൃത്വത്തിന് തീർച്ചയായും ഉണ്ടാകും. ജി സുധാകരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനവും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നു. പാർട്ടി ചട്ടക്കൂടുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന ജനകീയ നേതാക്കളുടെ വിലാപമായി ഇതിനെ കാണാം. അമ്പലപ്പുഴയിലെ വോട്ടർമാർ സുധാകരനെ സ്വീകരിച്ചാൽ അത് CPM-ന്റെ വെട്ടിനിരത്തൽ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന കനത്ത തിരിച്ചടിയായിരിക്കും. ചരിത്രം ആവർത്തിക്കുമോ അതോ പുതിയൊരു വഴി തെളിയുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ജി സുധാകരൻ്റെ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം ഞാനും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു, കേട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ CPM നേതൃത്വത്തെ വല്ലാതെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനവർക്ക് മറുപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ വീക്ഷിക്കുന്നു.
വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് നാട്ടിൽ സ്വീകാര്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സംഭവങ്ങളുടെ പുരോഗതിയെ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്, ആലപ്പുഴയിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും UDF ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കി. സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് CPM-ന് തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിട്ടും സുധാകരൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ മാറ്റം വരുന്നതിൻ്റെ ലക്ഷണമായി കാണാം. സുധാകരനെ നേരിടാൻ VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ ഇറക്കി ഒരു വൈകാരിക പോരാട്ടത്തിന് CPM മുതിരുമെന്ന വാർത്തകൾ വരുന്നത് തന്നെ സുധാകരൻ സൃഷ്ടിക്കുന്ന വെല്ലുവിളി എത്ര വലുതാണെന്ന് തെളിയിക്കുന്നു. അങ്ങനെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളുടെ പുറത്ത് ഇന്നിപ്പോൾ പൊതുവായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ പുറത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സുധാകരൻ അങ്ങനെ സാധാരണ തീരുമാനം എടുക്കുന്നതാണ് എന്റെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല, എന്ത് ചെയ്യണമെന്നില്ല. അല്ല, അതങ്ങനെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെ തീരുമാനം അതിനകത്ത് എടുത്തിട്ടില്ല. അല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, പാർട്ടിയിൽ ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പേരുണ്ട്. എല്ലാ കാര്യങ്ങളും പാർട്ടിയിലെ ലീഡർഷിപ്പ് എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് പ്രാദേശിക നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. സുധാകരന്റെ തുറന്നു പറച്ചിലുകളെ ഏറെ കൗതുകത്തോടെയും പ്രതീക്ഷയോടെയുമാണ് UDF നോക്കിക്കാണുന്നത്. അമ്പലപ്പുഴയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പകരം സുധാകരനെ പോലെയൊരു സ്വതന്ത്രനെ പിന്തുണച്ചാൽ അത് CPM-ന് കനത്ത തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. ഏതായാലും G. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രമാണ്. ഇത് വെറുമൊരു മത്സരമല്ല, ദശാബ്ദങ്ങളായി താൻ വിശ്വസിച്ച പ്രസ്ഥാനം തന്നെ തഴഞ്ഞു എന്ന തോന്നലിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ്. അമ്പലപ്പുഴയിലെ വോട്ടർമാർ വ്യക്തിയേക്കാൾ പാർട്ടിക്ക് മുൻഗണന നൽകുമോ അതോ പ്രിയപ്പെട്ട സുധാകരൻ സാറിന് ഒപ്പം നിൽക്കുമോ എന്നത് കേരളം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. ഈ രാഷ്ട്രീയ നീക്കം CPM-നും കേരള രാഷ്ട്രീയത്തിനും വരും ദിവസങ്ങളിൽ വലിയ അഗ്നിപരീക്ഷയായിരിക്കും. ഏതായാലും അദ്ദേഹത്തോട് പാർട്ടി ചെയ്തത് വലിയ കടുത്ത അനീതിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തെ രാഷ്ട്രീയ ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം അദ്ദേഹത്തെ വളരെ മോശമായി, അദ്ദേഹത്തിന്റെ പിതാവിനെ മോശമായി ചിത്രീകരിച്ച ആളുകളുടെ പേരിൽ പോലും നടപടിയെടുത്തില്ല. ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞ പരുമല ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ടപ്പോഴാണ് എന്നോട് ഇത് പറഞ്ഞത്. കഴിഞ്ഞ കുറെ നാളുകളായി, ഏതാണ്ട് ഒരു 5 വർഷത്തിലധികമായി അദ്ദേഹത്തെ പാർട്ടി സഖാക്കൾ വേട്ടയാടുകയായിരുന്നു എന്നുള്ള സത്യമാണ്. ഒരു 10-60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ, അഴിമതിയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇങ്ങനെ വേട്ടയാടുകയും അദ്ദേഹത്തെ ജില്ലയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം താഴ്ത്തുകയും ചെയ്ത നടപടി കേരള സമൂഹം കണ്ടതാണ്. ഞങ്ങൾക്ക് അദ്ദേഹമായിട്ടൊക്കെ വളരെ വർഷങ്ങളുടെ വ്യക്തിബന്ധങ്ങളുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുമായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതിന് അദ്ദേഹത്തെ വിളിച്ചു പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുമെന്നുള്ള വാർത്ത ഇപ്പോൾ കേട്ടു. പക്ഷെ അത് ആ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടിയും UDF-ഉം ആലോചിച്ച് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും കൂട്ടായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അദ്ദേഹത്തെ പോലൊരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ വരേണ്ടത് നല്ല കാര്യമാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
തീർച്ചയായും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിനും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നല്ലതാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ പാർട്ടിയോ മുന്നണി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. 6 പതിറ്റാണ്ടിലേറെ ചുവപ്പുകൊടി പിടിച്ച ജി സുധാകരൻ ഇന്ന് പാർട്ടിയുടെ കണ്ണിലെ കരടാണ്. പ്രായപരിധി എന്ന ചട്ടം നടപ്പിലാക്കിയപ്പോൾ അത് സ്വാഭാവികമായ ഒരു വിരമിക്കലായിരുന്നില്ല, കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു വെട്ടിനിരുത്തൽ ആയിരുന്നു. പ്രായപരിധി കഴിഞ്ഞ് പടിയിറങ്ങുന്നവർക്ക് ആദരവോടെയുള്ള വിശ്രമ ജീവിതമല്ല CPM നേതൃത്വം നൽകുന്നത്, മറിച്ച് വിടാതെ പിന്തുടർന്നുള്ള പരിഹാസമാണ്. സുധാകരനെ പോലെയൊരു നേതാവ് തഴയപ്പെടുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മുന്നോട്ട് വരുന്നില്ല എന്നത് ആ പാർട്ടിക്കുള്ളിലെ ക്രൂരമായ കോർപ്പറേറ്റ് മനോഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പാർട്ടി അദ്ദേഹത്തെ ഒരിക്കലും അധിക്ഷേപിക്കുകയില്ല. പാർട്ടിയുടെ ഒരു സ്വത്താണല്ലോ അദ്ദേഹം, പാർട്ടിയുടെ ഭാഗമാണല്ലോ. അതെല്ലാം ഇപ്പോൾ ഈ കൃത്രിമ അക്കൗണ്ടുകളെല്ലാം ഉണ്ടാക്കി, ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി, പാർട്ടിയാണ്, പാർട്ടിയുടെ ഒപ്പമുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതയടക്കമുണ്ട്. അല്ല, ഇതിൽ അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം. മറ്റു കാര്യങ്ങൾ പാർട്ടി സംവിധാനം ഉണ്ടല്ലോ, പാർട്ടിയുടെ കമ്മിറ്റി നാളെ കൂടുന്നുണ്ട്, അവിടെ ആലോചിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നത്. ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പാർട്ടി ഞങ്ങളെയെല്ലാം നല്ല രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള തലത്തിലേക്കും ഞങ്ങളെ എത്തിച്ചു. സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും അതിലെന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടാക്കത്തക്ക രൂപത്തിൽ പാർട്ടിയുടെ ഒരിടപെടലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വിചാരിച്ചതിനേക്കാളും നല്ല പ്രോത്സാഹനമാണ് പാർട്ടി ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ നൽകിയിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച അനുഭവസമ്പത്തുള്ള ഒരു നേതാവാണ്. തീർച്ചയായിട്ടും പാർട്ടിയുടെ നിലപാടിനോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ആദർശം ഉപേക്ഷിക്കാത്ത ഒരാൾക്ക് പാർട്ടി വിട്ടു പോകാൻ കഴിയില്ല. അതാണ് വേദനിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ചിലപ്പോൾ ചില വാക്കുകളോ പ്രവൃത്തിയൊക്കെ നമ്മളെയൊക്കെ വേദനിപ്പിക്കും. അത്തരം കാര്യങ്ങളെല്ലാം സമവായമുണ്ടാക്കി പരിഹരിച്ച് പോകാൻ വേണ്ടിയുള്ള ശ്രമം നല്ലപോലെ നടത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എക്കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മത്സരിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നിശ്ചയിച്ചപ്പോൾ പകരം എൻ്റെ പേരാണ് നിശ്ചയിച്ചത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിക്കുകയാണ്, ഇലക്ഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ. കാരണം ആ സമയത്ത് നോർമലി അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു പൊതു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. ഞാൻ പോയി സംസാരിച്ച് ചുവരെഴുതാൻ ആവശ്യമായ ഏർപ്പാടുണ്ടാക്കട്ടെ, അപ്പം അതിന് മുന്നേ പ്രാവശ്യം ചുവരെഴുതിയ ആൾക്കാരെ വിളിക്കട്ടെ എന്നാണ് ഞാൻ പോയി ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി, അദ്ദേഹത്തിന് പറയും. ഇപ്പം പറയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി. അതാണ് എൻ്റെ നിലപാടെന്ന് അങ്ങനെയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ മൊത്തം 33 ആളുകൾ മാറിയ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് മാറി. പകരം ഞാനാണ് സ്ഥാനാർത്ഥിയാവും നല്ലതെന്ന് പാർട്ടി പൊതുവെ തീരുമാനിച്ചു. എന്നെ സ്ഥാനാർത്ഥിയാക്കി, ഞാൻ ജയിക്കുകയും ചെയ്തു. റാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കും. വിയോജിക്കുന്നവരെ പരസ്യമായി വ്യക്തിപരമായി പോലും അപമാനിക്കുകയും പ്രതിച്ഛായയെ പോലും ഉന്മൂലനം ചെയ്യുന്ന ശൈലിയാണ് CPMൻ്റെ ഇന്നത്തെ നേതൃത്വം സ്വീകരിക്കുന്നത്. സുധാകരൻ ഉയർത്തിയ വികസന രാഷ്ട്രീയമോ അഴിമതി വിരുദ്ധ നിലപാടുകളോ ഒന്നും ഇന്ന് നേതൃത്വത്തിന് ബാധകമല്ല. പാർട്ടി തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നവർ ആരായാലും അവർ കുലംകുത്തികളും അനഭിമതരുമായി മാറും. മമ്മൂട്ടിയെ നോവിച്ചാൽ അണികളെ ശാസിക്കുന്ന മുഖ്യമന്ത്രിമാരും സെക്രട്ടറിമാരും 60 വർഷം പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുധാകരനെ നോവിക്കുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. പാർട്ടിയുടെ VIP-കൾക്ക് ലഭിക്കുന്ന പരിഗണന സുധാകരന് ലഭിക്കാത്തത് കേവലം ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് പാർട്ടിയുടെ മാറിയ മുൻഗണനകളുടെ തെളിവാണ്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, മറിച്ച് പാർട്ടിയുടെ ഈ ഇരട്ടത്തപ്പനെതിരെയുള്ള കലാപമാണ്. പത്രോസ് മുതൽ സുധാകരൻ വരെ നീളുന്ന ഈ പുറന്തള്ളൽ ചരിത്രം വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രം:
ഈ പ്രസ്ഥാനത്തിൽ മനുഷ്യത്വത്തേക്കാൾ വിലയുള്ളത് അധികാരത്തിനും വിധേയത്വത്തിനുമാണ്. അമ്പലപ്പുഴയിലെ ജനവിധി ഈ ക്രൂരതയ്ക്ക് നൽകുന്ന മറുപടിയായിരിക്കും. ഉറപ്പ്. ജയ് ഹിന്ദ്.